എടുത്തിട്ട് കത്തിക്കും ചിലപ്പോ. നാച്ചുറൽ ബ്യൂട്ടി. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഹലോ ഗൈസ്, മൊബൈൽ, ഹലോ ഗൈസ്. ഇന്ന് നീലൂട്ടൻ ഇല്ലാത്തൊരു വ്ളോഗാണ് കേട്ടോ നമ്മുടേത്. ഇന്ന് നീലൂട്ടൻ അച്ഛമ്മയുടെ അടുത്ത് പോയേക്കോ. ഇന്നലെ വൈകിട്ട് ഉച്ച കഴിഞ്ഞപ്പം കൊണ്ടുപോയി വിട്ടു. ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ, ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ അതിന് മുമ്പേ ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ട് പോയിട്ട് അവനെ അവിടെ നിർത്തിയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. പക്ഷേ ഞാൻ പോയില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ചേട്ടായി അവനെ കൊണ്ടുവിട്ടിട്ട് ഉച്ചക്കത്തേനുള്ള ഫുഡും എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ള. അങ്ങനെ പോയി. നീലൂട്ടൻ ഇന്ന് അവിടെ അച്ഛമ്മയുടെ അടുത്ത്. ഇനി വൈകിട്ട് പോയിട്ട് വിളിച്ചുകൊണ്ട് വരാം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണ്, ചേട്ടായിക്ക് ജോലിക്ക് പോകണം. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞു കേട്ടോ. 9:30 കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗോതമ്പ് പുട്ടും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടായി കുളിക്കാൻ കയറി. അപ്പോഴത്തേനും പെട്ടെന്ന് ഞാനിനെ റെഡിയാക്കി എടുക്കട്ടെ. ഇനി സ്റ്റാൻഡൊന്നും വെച്ചിട്ട് എടുക്കാനുള്ളൊരു ടൈം ഇല്ല. പിന്നെന്താണ് അങ്ങനെ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വ്ളോഗിലേക്കും ഇനിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ തലവേദന പഴയതുപോലെ വരുമോ വരല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്തിടുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ യൂട്യൂബിനെ പറ്റി കുറേ ടിപ്സ് എനിക്ക് പറയാനുണ്ട് കേട്ടോ. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാം. ഇന്ന് ചിലപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കും, എന്നിട്ട് നാളെ അപ്ലോഡ് ചെയ്യാം. നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ അങ്ങനത്തെ വീഡിയോസ് മാത്രം കണ്ട് സപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ എൻ്റെ വ്ളോഗുകളും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ യൂട്യൂബിനെ പറ്റിയിട്ടുള്ള കുറേ എൻ്റെ എന്താ പറയുക, എൻ്റെ അങ്ങനെ എന്തു പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള മണ്ടത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോസൊക്കെ നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ വ്ളോഗിനൊന്നും അത്ര വ്യൂസ് ഇല്ല. ആ വീഡിയോസ് കാണുന്നവർ എൻ്റെ വ്ളോഗും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുമ്പോഴേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോകാം. ഞാൻ പോയിട്ട് പുട്ട് ഉണ്ടാക്കട്ടെ കേട്ടോ. ഈ തുണി ഇന്നലെ രാവിലെ നനച്ചിട്ടതാട്ടോ, വൈകിട്ടും എടുത്തില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു ചെറിയ വെയിൽ വന്നപ്പോഴത്തേനും ചെറിയ ചൂടായി. അതിന് ആദ്യമേ എടുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇല്ലെങ്കിൽ ഇനി ആ വെയിലത്ത് കിടന്നിട്ട് അത് കരിഞ്ഞുണങ്ങിപ്പോവും. എടുത്തിട്ട് കത്തിക്കും ചിലപ്പോ. ചേട്ടായി പോവാൻ ഇറങ്ങാണ് ഗേസ്. എവിടെ പോയി? അത് അവിടുന്ന് വെട്ടം അടിക്കുന്നുണ്ട്. മുടി ചെയ്യില്ലേ? നമുക്ക് ചേട്ടയുടെ മേക്കപ്പ് കാണാം ഗൈസ്.
പുട്ടിയിട്. അത്രേ ഉള്ളൂ. സിമ്പിൾ മേക്കപ്പ് ആണേ, പൗഡർ പോലും യൂസ് ചെയ്യത്തില്ല, നാച്ചുറൽ ബ്യൂട്ടി. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. ചേട്ടൻ എടുക്കുന്ന വ്ളോഗിൽ അങ്ങനെ ഇട്ടാൽ മതി. മൊബൈൽ അവിടെ ചാരി വെച്ചിട്ട് ഇങ്ങനെ ഗോഷ്ടി കാണിച്ചത് പെട്ടെന്ന് വൈറലാവും. ഹലോ ഗായ്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗായ്സ്. ടാറ്റ. വെള്ളം വേണ്ടേ? വെള്ളം ഇല്ല, വെള്ളം കുപ്പിയോടെ കഴുകി വെച്ചേക്കുന്നു ആണോ? വെള്ളം വേണമെന്ന് പറഞ്ഞു. ഈ ചൂടത്തെ വെള്ളം കുടിക്കാതിരുന്നാൽ ശരിയാവത്തില്ല. ഞാൻ വെള്ളം എടുക്കട്ടെ. വെള്ളം എടുത്തു. ഇതിലാണോ? ടാറ്റ. അങ്ങനെ ചേട്ടായി പോയി, ജോലിക്ക് പോയി. ഇനി നമ്മുടെ പരിപാടികൾ നമുക്ക് ആരംഭിക്കാം. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ ഇന്നലെ വയ്യാത്തതുകൊണ്ട് ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് അലങ്കോലമായിട്ട് കിടക്കുവാണേ. കുറച്ച് പാത്രങ്ങൾ കഴുകാറുണ്ട്. പാത്രങ്ങളും കഴുകിയിട്ട് ഇവിടെ എല്ലാം ഒന്ന് തുടയ്ക്കണം. തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് വയ്ക്കണം. പിന്നെ 2 ദിവസം മുന്നേ വെച്ച സാമ്പാർ ഇരിപ്പുണ്ട്, അത് ചൂടാക്കണം. അത് ചോറ് കഴിക്കാൻ നേരം ചൂടാക്കിയത്. പിന്നെ അമ്മ ഇന്നലെ കൂമ്പ് അരിഞ്ഞത് തന്നു വിട്ട് തോരൻ വയ്ക്കാൻ. അപ്പം അതെടുത്ത് തോരൻ വയ്ക്കാം. അത്രേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. പോയിട്ട് വരാം. ആദ്യം ഗുളിക കഴിക്കാം കേട്ടോ. അത് ഇത്രയും ഗുളികയുണ്ട്. ഒരു ഗുളികയും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നോക്കിയിട്ട് കിട്ടിയില്ല. ഇതിപ്പോൾ കഴിക്കാം. വേദനയ്ക്കുള്ളതുകൊണ്ട് കഫക്കെട്ട് മാറാനുള്ളതുകൊണ്ട്. ബാക്കിയൊക്കെ ഏതാണെന്ന് എനിക്കറിയത്തില്ല, എന്തോത്തിനൊക്കെ ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത്രയും ഗുളിക എന്തായാലും കഴിക്കട്ടെ. ഗുളിക കഴിച്ച് വയറ് നിറയ്ക്കുമെന്ന് തോന്നുന്നു. ഓക്കെ.
നേരെ പോയി നീലൂട്ടനെ വിളിച്ചുകൊണ്ട് വരാവേ. എൻ്റെ കൂടെ ചേച്ചിയും കൂടി ഉണ്ടായിരുന്നേ പോവാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറിയത്. എനിക്ക് ചെറിയൊരു തലവേദന ഉള്ളതുകൊണ്ട് ചായ കുടിക്കാൻ കയറിയതാണേ. അപ്പോൾ ഉണ്ടടാ അവിടെ നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പിന്നെ അത് കഴിക്കാൻ കൊതിയായി. പിന്നെ ഞങ്ങൾ നെയ്റോസ്റ്റും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ പതിവില്ലാത്ത പോലെ കയറിയതാട്ടോ അവിടെ. പക്ഷേ നല്ല ഫുഡായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു നെയ്റോസ്റ്റും. കൂടുതലും എനിക്കിഷ്ടപ്പെട്ടത് വെള്ള ചമ്മന്തിയായിരുന്നു. ബാക്കി എന്തോ ഒരു ഗ്രീൻ പീസ് കറി പോലത്തെ കറിയും പിന്നെ ചുമന്ന ചമ്മന്തി ഉണ്ടായിരുന്നു. എനിക്ക് വെള്ള ചമ്മന്തിയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതും കൂട്ടി നല്ലൊരു നെയ്റോസ്റ്റ് കഴിച്ചു. ഒരെണ്ണേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ അതും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ, നീലൂട്ടനെ നോക്കാനായിട്ട്. അപ്പോൾ ദാ സന്ധ്യ കഴിഞ്ഞ് ഇരുട്ടി കേട്ടോ ഞങ്ങൾ അങ്ങ് ചെന്നപ്പോഴത്തേനും. പയ്യെ ആടിയും തൂങ്ങിയൊക്കെ അല്ലേ പോകുന്നത്, പിന്നെ എങ്ങനെ നേരത്തെ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ചെന്നപ്പം അയാൾ അവിടെ നിന്ന് കളിക്കുമായിരുന്നേ. കണ്ടപ്പോഴത്തേനും ഓടി വന്നിട്ട് ഗ്രില്ലിൻ്റെ അവിടെയൊക്കെ വന്ന് നിൽക്കുവേ. ഇപ്പം ദാ അവിടെ നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോഴത്തേനും ദാ ഇറങ്ങി വരുന്നുണ്ട്. ഭയങ്കര കളിയായിരുന്നു കേട്ടോ. കണ്ടപ്പോഴത്തേനും സന്തോഷമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അവൻ വിളിച്ചിട്ട് വരുന്നില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ പോവാടാന്ന് പറഞ്ഞിട്ട് അവൻ വരുന്നില്ലെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ എങ്ങനെയൊക്കെയോ പോവാറായപ്പോഴത്തേന് ഡ്രസ്സൊക്കെ ഇട്ട് ഇറക്കി കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് ഒരു അരമണിക്കൂറൊക്കെ അവിടെ ഇരുന്നപ്പോഴത്തേനും പിന്നെ ചേട്ടായി വന്നായിരുന്നേ. ചേട്ടായി വന്നിട്ട് പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഒരു ദിവസം കാണാതിരിക്കുന്നതിൻ്റെ സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ, അമ്മയും മോനും കൂടിയുള്ളത്. പിന്നെ ഭയങ്കര സന്തോഷമായി. അവനെ ഒരു ദിവസം കാണാതിരുന്നെങ്കിലും എനിക്ക് അവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന പോലൊക്കെ ഫീലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത്. എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ പെട്ടെന്ന് അവനെ ഒരു ദിവസം കാണാതിരുന്ന് കണ്ടപ്പോഴേ. അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ചേട്ടായി വന്ന ഉടനെ ഞങ്ങൾ പോവാ തിരിച്ച് വീട്ടിലോട്ട് പോവാം. നീലൂട്ടൻ ഇതാ വലിയ ഉടുപ്പല്ലല്ലോ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് നീലൂട്ടൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ, വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി. അച്ചമ്മയ്ക്ക് എന്താ പറയുക, ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ നീലൂട്ടനെയും കൂട്ടി വീട്ടിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഹാപ്പി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗൊക്കെ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ഈ കുഞ്ഞൊരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. നമ്മളുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിൽ കാണാം.